പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് എക്സാമിന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ ടേം 3 ടെക്സ്റ്റ് ബുക്കില് ഇംഗ്ലീഷില് ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് പഠിച്ചത്? ഏതൊക്കെയാണ്? എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, സെഡ്. ഈ 8 ലെറ്റേഴ്സ് ആണ് നമ്മൾ ടേം 3 പഠിച്ചിട്ടുള്ളത്. ഈ 8 ലെറ്റേഴ്സിലും നമ്മൾ 4 വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ പിക്ചേഴ്സും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും പിക്ചേഴ്സ് കൊടുത്തിട്ട് അതിന്റെ നെയിംസ് പറയാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പിക്ചേഴ്സിന്റെ നെയിംസും നന്നായിട്ട് പഠിച്ചു വെക്കാം. നമുക്ക് എന്നാ ടെക്സ്റ്റ് ബുക്കിലെ പിക്ചേഴ്സിന്റെ നെയിംസ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 5. എസ് ലെറ്ററിന്റെ ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ പിക്ചേഴ്സ് ആണ് പഠിച്ചത്? സൺ, സൗ, സ്പൂൺ, ഷിപ്പ്. ഇതുപോലെ പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നെയിംസ് പറയാൻ കഴിയണം. ഓക്കെ, അടുത്ത നമ്മള് ടി ലെറ്ററിന്റെ ചാപ്റ്ററിൽ ഏതൊക്കെ പിക്ചേഴ്സ് പഠിച്ചു? ടൈഗർ, ട്രീ, ക്യാറ്റ്, ടേബിൾ. ഓക്കെ, അടുത്തത് യു ലെറ്ററിന്റെ ചാപ്റ്റർ ആണ് അല്ലേ? ഇതിൽ നമ്മൾ ഏതൊക്കെ വേർഡ്സ് ആണ് പഠിച്ചത്? പിക്ചർ നോക്കിയിട്ട് പറഞ്ഞേ. വാട്ട് ഈസ് ദിസ്? അംബ്രല്ല, യൂണിഫോം, യൂടെൻസിൽസ്, ഏൺ. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഏത് പിക്ചർ കണ്ടാലും നെയിംസ് പറയാൻ കഴിയണം. അടുത്ത നോക്കിക്കേ, വി ലെറ്ററിന്റെ ചാപ്റ്റർ ആണ് അല്ലെ? അതിൽ എന്തൊക്കെ പഠിച്ചു? വാൻ, vulture, violin, vegetables. ഓക്കെ, അടുത്തത് എന്താണ്? ഡബ്ല്യു ലെറ്ററിന്റെ ചാപ്റ്റർ ആണ് അല്ലെ? എന്തൊക്കെ പഠിച്ചു? wheel, watch, wool, whistle. ഓക്കെ, അടുത്തത് എക്സ് ലെറ്റർ ആണ് അല്ലേ? അത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു? എക്സ്-റേ, എക്സ്മസ്-ട്രീ, സൈലോഫോൺ. ഓക്കെ, അടുത്തത് വൈ ആണ് അല്ലേ? വൈ ലെറ്റർ വെച്ചിട്ട് എന്തൊക്കെ പഠിച്ചു? യാക്ക്, യാച്ച്, യാൺ, യെല്ലോ. നിങ്ങൾക്ക് യാണും അതുപോലെ വൂളും മാറി പോവാൻ പാടില്ല. പിക്ചേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നെയിംസ് പറയാൻ. ഇതെന്താണ്? വൂൾ ആണ്. ഇതെന്താണ്? യാൺ. ഇത് രണ്ടും മാറിപ്പോവരുത്. അടുത്തത് എന്താ? നമ്മൾ ഇംഗ്ലീഷ് ആൽഫാബറ്റിലെ ലാസ്റ്റ് ലെറ്റർ ആണ് അല്ലേ? ഏതാണ്? സെഡ്. സെഡ് വെച്ചിട്ട് എന്തൊക്കെയാ പഠിച്ചു? സൂ, സെബ്ര, സിപ്പ്, സീറോ. ഇതുപോലെ ഏത് പിക്ചർ കണ്ടാലും നിങ്ങൾക്ക് അതിന്റെ നെയിംസ് പറയാൻ കഴിയണം. അപ്പൊ നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പിക്ചേഴ്സിന്റെ നെയിംസും പറഞ്ഞു പഠിക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പിക്ചേഴ്സ് കൊടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ടിക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഞാൻ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ടിക്ക് ചെയ്യണം. ഇവിടെ താഴെ എന്തുണ്ട്? ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിൽ കറക്റ്റ് ലെറ്റർ ഏതാണോ അത് നമ്മൾ ടിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? അംബ്രല്ല. ഓക്കെ, നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് അംബ്രല്ല എന്ന് പഠിച്ചത്? യു വെച്ചിട്ടാണോ? അതെ, നമ്മൾ യു ലെറ്റർ വെച്ചിട്ടാണ് അംബ്രല്ല എന്ന് പഠിച്ചിട്ടുള്ളത്. അംബ്രല്ലയുടെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? യു. അപ്പൊ നമ്മൾ ഈ യു ലെറ്റർ ടിക്ക് ചെയ്തു. ഓക്കെ, അടുത്ത നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? ട്രീ. ട്രീ. നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് ട്രീ എന്ന് പഠിച്ചത്? ഏത് ലെറ്റർ വെച്ചിട്ടാണ്? ട്രീന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ആർക്കെങ്കിലും അറിയോ? നോക്കിക്കേ, ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എക്സ് ആണോ? അല്ല. വൈ ആണോ? അല്ല. ടി ആണോ? യെസ്. ട്രീ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ടി ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ടി ലെറ്റർ ടിക്ക് ചെയ്തു. ഓക്കെ, ലാസ്റ്റ് വൺ. വാട്ട് ഈസ് ദിസ്? യാക്ക്. യാക്കിന്റെ
ഫസ്റ്റ് ലെറ്റർ ആണ് ടിക്ക് ചെയ്യേണ്ടത്. താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ടി, വൈ, എസ്. ഇതിൽ ഏതാണ് യാക്കിന്റെ ഫസ്റ്റ് ലെറ്റർ? യാക്ക്. ഏതാണ്? വൈ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതില് വൈ ലെറ്റർ ടിക്ക് ചെയ്തു. ഇതുപോലെ എക്സാമിന് പിക്ചേഴ്സ് കൊടുത്തിട്ട് ഫസ്റ്റ് ലെറ്റർ ടിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പിക്ചേഴ്സിന്റെയും ഫസ്റ്റ് ലെറ്റർ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, say the letters from A to Z. A to Z വരെയുള്ള ലെറ്റേഴ്സുകൾ പറയാൻ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ നമുക്ക് A to Z വരെയുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ഇതുപോലെ നിങ്ങൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആ കറക്റ്റ് ഓർഡറിൽ പറയാൻ പഠിച്ചു വെക്കുക. ഇത് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കറക്റ്റ് ഓർഡറിൽ ഒന്ന് പറയാൻ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ എക്സാമിന് ഇതുപോലെ മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതാൻ ചോദിക്കാറുണ്ട്. മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ലെറ്റേഴ്സ് എഴുതാൻ പഠിച്ചു വെക്കണേ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ 2 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നടുവിൽ വരുന്ന ലെറ്റേഴ്സ് ഒക്കെ മിസ്സിംഗ് ആണ്. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, A, C. ഇതിന്റെ നടുവിൽ വരുന്ന ലെറ്റർ ആണ് മിസ് ആയിരിക്കുന്നത്. A കഴിഞ്ഞ നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? ബി. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുക, ഇവിടെ രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് മിസ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം, സ്മോൾ ആണെങ്കിൽ സ്മോൾ ലെറ്ററിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് മിസ് ആയിരിക്കുന്നത്. നോക്കിക്കേ, ക്യാപിറ്റൽ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ സി. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ബി ആണ് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, A, B, C. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിക്കേ, J, L. ഇതിന്റെ നടുവിൽ വരുന്ന ലെറ്റർ മിസ് ആണ്. J കഴിഞ്ഞ നെക്സ്റ്റ് ലെറ്റർ ഏതാ? K. അപ്പൊ നമ്മൾ K എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ U, W. U കഴിഞ്ഞ നെക്സ്റ്റ് ലെറ്റർ ഏതാ? U, V. അപ്പോ V എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സും ചോദിക്കാം, സ്മോൾ ലെറ്റേഴ്സും ചോദിക്കാം. അപ്പൊ നിങ്ങൾ രണ്ടും നന്നായിട്ട് എഴുതാൻ പഠിച്ചു വെക്കാം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഏത് ലെറ്ററിന്റെ മിസ്സിംഗ് ലെറ്റർ വന്നാലും എഴുതാൻ കഴിയണം. പറയാനല്ല, എഴുതാനാണ് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ എക്സാമിന് മാച്ച് ദ ഫോളോവിങ്ങും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പിക്ചേഴ്സ് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ലെറ്റേഴ്സിന് കറക്റ്റ് പിക്ചറിലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നോക്കിക്കേ, ഇതെന്താണ്? ഇതൊരു കളർ ആണ് അല്ലേ? ഏത് കളറാണ്? യെല്ലോ. ഓക്കെ, യെല്ലോന്റെ ഫസ്റ്റ് ലെറ്റർ ഇതിൽ ഏതാണ്? നമ്മൾ ഏത് ലെറ്ററിന്റെ ചാപ്റ്ററിലാണ് യെല്ലോ എന്ന് പഠിച്ചിട്ടുള്ളത്? വൈ. ഓക്കെ, അപ്പൊ നമ്മള് ഈ യെല്ലോ എന്നതിനെ വൈ ലെറ്ററിലേക്ക് വരച്ചു കൊടുക്കുക. ഓക്കെ, അടുത്തത് എന്താ? വൾച്ചർ. വൾച്ചറിന്റെ ഫസ്റ്റ് ലെറ്റർ ഇതിലേതാണ്? വി ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഈ വൾച്ചറിനെ വി ലെറ്ററിലേക്ക് വരച്ചു കൊടുക്കുക. അടുത്തത് സൗപ്പ്. ഇതിൽ ഏത് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ സൗപ്പ് എന്ന് പഠിച്ചിട്ടുള്ളത്? എസ് ലെറ്റർ വെച്ചിട്ടാണ് അല്ലേ? അപ്പൊ ഈ സൗപ്പിനെ എസ് ലെറ്ററിലേക്ക് വരച്ചു കൊടുക്കുക. ലാസ്റ്റ് വൺ സീബ്ര. നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്? സെഡ് ലെറ്റർ വെച്ചിട്ട് അല്ലേ? അപ്പോൾ ഈ സീബ്രനെ സെഡ് ലെറ്ററിലേക്ക് വരച്ചു കൊടുക്കുക.
എക്സാമിന് ഇതുപോലെ ലെറ്റേഴ്സും പിക്ചേഴ്സും മാച്ച് ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. പിന്നെ എക്സാമിന് റൈംസ് ചോദിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 3 റൈംസ് ആണ് വരുന്നത്. Ding dong bell, hickory dickory dock and row 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 a boat. ഇതിൽ ഏതെങ്കിലും റൈം നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. എക്സാമിന് റൈംസ് ചോദിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. എന്തൊക്കെ പഠിക്കണം? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പിക്ചേഴ്സിന്റെ നെയിംസും നന്നായിട്ട് പറയാൻ പഠിച്ചു വെക്കുക. ഏത് പിക്ചർ കണ്ടാലും നിങ്ങൾക്ക് അതിന്റെ നെയിം പറയാൻ കഴിയണം. ഓക്കെ. പിന്നെ ആ പിക്ചേഴ്സിന്റെ ഒക്കെ ഫസ്റ്റ് ലെറ്ററും പഠിച്ചു വെക്കുക. ഫസ്റ്റ് ലെറ്റർ ടിക്ക് ചെയ്യാനും ചോദിക്കാറുണ്ട്, മാച്ച് ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെ എക്സാമിന് മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതാൻ ചോദിക്കാറുണ്ട്. പറയാനല്ല, എഴുതാനാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ A to Z വരെയുള്ള ലെറ്റേഴ്സിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും നന്നായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ. എക്സാമിന് എഴുതാനാണ് ചോദിക്കുക കേട്ടോ. ഓക്കെ. മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതാനാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഏത് ലെറ്റർ മിസ്സിംഗ് വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഓക്കെ. പിന്നെ എക്സാമിന് റൈംസ് ചോദിക്കും, അതും പഠിച്ചു വെക്കുക. പിന്നെ എക്സാമിന് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കറക്റ്റ് ഓർഡറിൽ പറയാനും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതും ഒന്ന് പഠിച്ചു വെക്കുക. A to Z വരെ കറക്റ്റ് ഓർഡറിൽ പറഞ്ഞ് പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് എക്സാമിന് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.